തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് പ്രതികളുടെ ഓണാഘോഷം വീഴ്ച വരുത്തിയ 6 പോലീസുകാരെ AR ക്യാമ്പിലേക്ക് മാറ്റും. മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിലെ ED കേസ് പ്രതികളുടെ ഓണാഘോഷത്തിൽ വീഴ്ച വരുത്തിയ 6 പോലീസ് ഉദ്യോഗസ്ഥരെ AR ക്യാമ്പിലേക്ക് മാറ്റും. GD ചാർജുള്ള ഉദ്യോഗസ്ഥരും പ്രതികൾ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചപ്പോൾ നോക്കിനിന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 6 പേരെയാണ് തൽക്കാലത്തേക്ക് AR ക്യാമ്പിലേക്ക് മാറ്റുന്നത്. SHOയുടെ കാര്യത്തിൽ എന്ത് നടപടി വേണമെന്ന കാര്യം IG തലത്തിൽ തീരുമാനിക്കും. SHO പ്രശാന്ത് സ്റ്റേഷൻ ചുമതല വിട്ടു. ഓണാഘോഷം സംഘടിപ്പിക്കുന്നതിൽ പോലീസുകാർക്ക് പ്രതികളുമായി ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന ബന്ധമുണ്ടോ എന്നതിൽ DCP തുടരന്വേഷണം നടത്തും. പ്രതികൾ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഓണാഘോഷം സംഘടിപ്പിച്ചതിലും റീൽസ് ചിത്രീകരിച്ചതിലും ക്രമസമാധാന ചുമതലയുള്ള ADGP സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. പോലീസുകാർ പ്രതികൾക്ക് ഒത്താശ ചെയ്തോ എന്നതടക്കം കണ്ടെത്താൻ വിശദാന്വേഷണം വേണമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ പ്രതികൾക്ക് പോലീസ് വസ്ത്രം വാങ്ങി നൽകിയിട്ടില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. പാളയത്തെ കല്യാൺ ടെക്സ്റ്റൈൽസിൽ നിന്നും 68 ഷർട്ടുകളാണ് മ്യൂസിയം സ്റ്റേഷൻ വാങ്ങിയത്. എല്ലാ ഷർട്ടുകളും വാങ്ങി പോലീസുകാരുടെ പട്ടികയും പരിശോധിച്ചു. SHO പ്രശാന്ത് എത്തുമ്പോൾ പ്രതികൾ സ്റ്റേഷനിലുണ്ടായിരുന്നു. പ്രതിയായ ഉണ്ണിയോട് സ്റ്റേഷന് മുന്നിൽ വച്ച് IP ബിനുവിനെ സ്റ്റേഷനുള്ളിൽ വച്ചും സംസാരിച്ചു. കേസിനെ കുറിച്ചായിരുന്നു സംസാരിച്ചതെന്നാണ് റിപ്പോർട്ട്. SHO സ്റ്റേഷനിലുള്ളപ്പോഴാണ് പ്രതികൾ പുറത്ത് റീലിന്റെ ബാക്കി ചിത്രീകരിച്ചതെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു. സ്പെഷ്യൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ സ്വന്തം ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് IGക്ക് കൈമാറി. IP ബിനുവിന്റെ ഷർട്ടും പോലീസുകാർ ധരിച്ചിരുന്ന ഷർട്ടും നീല നിറമാണെങ്കിലും വ്യത്യസ്തതകളുണ്ടെന്ന റിപ്പോർട്ടുണ്ട്. പ്രതികളെ പിരിച്ചുവിടുന്നതിൽ SHOയ്ക്കും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നുവെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ഏതായാലും പോലീസ് സ്റ്റേഷനിൽ ED ആക്രമണ കേസ് പ്രതികൾ ഊഞ്ഞാലാടിയതും തൊട്ടു പിന്നാലെ റീൽസിൽ കുടുങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ ചർച്ചയായിരുന്നു. ചെണ്ട കൊട്ടിയും ഊഞ്ഞാലാടിയുമാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതികൾ ഓണം ആഘോഷിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി ഒപ്പിടണമെന്ന വ്യവസ്ഥകളോടെയാണ് കേസിലെ 25 പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ശനിയാഴ്ചയായിരുന്നു പ്രതികൾ ഒപ്പിടേണ്ട ദിവസം.